ഗൈസ്, ഞാൻ എങ്ങണ്ടാന്നല്ലേ തൊപ്പി അരിവാളൊക്കെ എടുത്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞുതരാം. ഞാൻ രാവിലെ പറമ്പ് കൂടി നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഒരാളെ ഓർമ്മ വന്നത്. ഞാൻ അയാളെ തിരയട്ടാ. നിങ്ങൾ വിചാരിക്കും മൃഗങ്ങളെ പൂച്ചേറ്റ ഇക്കാരെന്ന്. അതൊന്നുമല്ല ട്ടാ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ജൂൺ 5 ഒരു തൈ നട്ടിന്നിട്ടാ. റംബുട്ടാന്റെ തൈയാണിരുന്നു. അപ്പൊ അത് തെരഞ്ഞ് വന്നതാണ് ട്ടാ. അപ്പൊ നമ്മള് തൈയൊക്കെ കണ്ടിക്കണ്. നമ്മള് ഗ്ലൗസ് ഇട്ടപ്പോഴല്ലേ ഒരു വിറ്റ്. ഗ്ലൗസിന്റെ നടുവരല് ആരോ ഒടിച്ചു വെച്ചിക്കണ്. അത് സാരില്ലാന്ന് വിചാരിച്ച് അതിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൊറോണ കാലത്ത് കൊടുന്നതല്ലേ. പിന്നെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിന്ന്. അപ്പൊ 5 മിനിറ്റിനല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാ. ഇനി നമ്മൾ പുല്ല് പറിക്കാൻ നിൽക്കുകയാണ്. അവിടെ ഞങ്ങൾ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇതിന്റെ ഇടയിൽ എവിടെ ചെടീന്നേക്കാരം ഞങ്ങൾ വിചാരിക്കണേ. ഞാൻ അപ്പൊ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ പുല്ലൊക്കെ പറിച്ച് കഴിയാനേക്കണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഏതാ പുല്ല് എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മള് പുല്ലൊക്കെ പറിച്ചതിന് ഇനി നമ്മൾ അതിന്റെ സൈഡൊക്കെ കൊത്ത് കണ്ടാം. നിങ്ങളെ വീട്ടിലും ജൂൺ 5 നട്ടതേമാരത്തെ തയ്യാളൊക്കെ ഉണ്ടാവും. ഒന്ന് പോയി നോക്കിക്കോളിട്ടാം. ഇനി നമുക്ക് അതിക്ക് വളം ഇട്ട് കൊടുക്കാം. ചാണകമാണ് കേട്ടാ. ചാണക എല്ലുപൊടിയൊക്കെ ഇട്ടാം. അപ്പൊ വിശ്വസിച്ചിട്ട് നമ്മളിപ്പോ വന്നവരല്ലേ. അതിന് വളം ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കാന്നൊക്കെ നമ്മളെ കടമല്ലേ. അപ്പൊ നമ്മള് വളമൊക്കെ ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടെ വല്യമ്മ കുറച്ച് മൽബറി ഒക്കെ പൊട്ടിക്കുണ്ടായിരുന്നു കേട്ടാ. എല്ലാ പ്രാവശ്യം ഉണ്ടായതിനെക്കാട്ടിയും കൂടുതൽ ഇപ്രാവശ്യം ഉണ്ടായിക്കണ്. അപ്പൊ ഞങ്ങൾ 2 വീട്ടുകാരും കൂടി വീതം വെച്ചെടുത്ത്. പിന്നെ എനിക്കില്ലേ മനസ്സിലാക്കണ ഒരു കാര്യം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുള്ള. ഒന്ന് നിൽക്കാനല്ലേ ഉള്ളൂ, ഒന്ന് നെക്കി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ, ടാറ്റ.